കൂട്ടുകാരെ, ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി 2025. ഇന്ന് ഭാരത് ബന്ദാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു ബന്ദ്. ഇവിടെ നിന്ന് ഇത് എൻ്റെ വീടിനടുത്തുള്ള ഒരു മെറ്റലൊക്കെ ഇറക്കി, എംസാണ്ടൊക്കെ ഇറക്കി ചെറിയ ചെറിയ വണ്ടികളിലേക്ക് കയറ്റി ഓടുന്ന ഒരു സ്ഥലമാണ് ഇതിന്ന് നിശ്ചലമാണ്. നിശ്ചലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പണിക്കാരോ അല്ല ഒരു വണ്ടിക്കാരോ ആരും വരുന്നില്ല ഇന്നിങ്ങോട്ട്. കാരണം ഇന്ന് ബന്ദാണല്ലോ. ഈ ബന്ദ് കാരണം ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും? ആലോചിക്കുക. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല. ആലോചിക്കുക, എത്ര പാവങ്ങളിന്ന് പട്ടിണിയാകുന്നുണ്ട് പണിയില്ലാതെ. ഇവിടെ അതാ കിടക്കുന്ന ലോഡർ, ആ മഞ്ഞ കാണുന്ന ഒരു ലോഡ് കയറ്റി വിടുന്ന വണ്ടിയാണത്. അതേമാതിരി ഇവിടെ 6-9 പേര് തൊഴിലാളികളുണ്ട്. അതിൻ്റെ ഓപ്പറേറ്റർ ഉൾപ്പെടെ, ഈ സ്റ്റാഫ് ഉൾപ്പെടെ, പിന്നെ ബംഗാളി സഹോദരങ്ങൾ ഉൾപ്പെടെ വണ്ടിക്ക് ലെവലടിക്കുന്നത്. അതിലുപരി എത്രയോ ടോറസ്, ചെറിയ ലോറികൾ, ചെറിയ ട്രിപ്പറുകൾ, ഈ പെട്ടിയാപ്പകൾ എല്ലാം വരുന്നുണ്ട്. ഈ സാധനം ഇവിടെ നിന്ന് പോയി കയറിയിട്ട് വേണം വല്ലവരുടെ പാവപ്പെട്ടവൻ്റെ വീട് പണി നടക്കാനും. അവിടെ കുറേ തൊഴിലാളികൾ കാത്തു നിൽപ്പുണ്ടാവും. ഈ സാധനം ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് ഇറക്കി ശമ്പളം വാങ്ങി വൈകിട്ട് അരി വാങ്ങിച്ചുകൊണ്ട് പോകാനും മറ്റുള്ള കാരണങ്ങളൊക്കെ ആയിട്ടും. ഇതുകൊണ്ട് എന്താ ആദായം? ഒരു വിഭാഗം കേരള സർക്കാരിനെതിരെ പ്രതികരിക്കുന്നു. ഇനി ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കുന്നു. എല്ലാം അനുഭവിക്കുന്നത് നമ്മളെക്കൂട്ടുള്ള പാവങ്ങൾ അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കണം എന്ന് കരുതിക്കൊണ്ട് ഇന്നാൾ കോട്ട് ചെയ്തത് അല്ല അവർക്ക് ഇതൊന്നും അല്ല നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയണം. ആ പട്ടിണി കിടക്കുന്നവൻ്റെ വീട്ടിലേക്ക് 1 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഉണ്ടാകില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഞാൻ. അപ്പോൾ നിങ്ങളോർക്കും ഫോൺ വാങ്ങാനും വീഡിയോ ചെയ്യാനും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനും ഒക്കെ കാശുണ്ടല്ലോ എന്ന്. ഇതൊരു ഭാഗമാണ്. മനസ്സിലായില്ലേ? ആരും എന്നെ കുറ്റപ്പെടുത്തണ്ട. കഴിവതും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ 62 വയസ്സുള്ള ഒരാളാണ്. നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കാരണം സങ്കടം കൊണ്ടാണ് ഇത് ചെയ്തത്. അത് മനസ്സിലാക്കാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് കഴിയുമെന്നുള്ള വിശ്വാസത്തോടുകൂടി കാണാം വീണ്ടും വേറൊരു വീഡിയോയിലൂടെ.